ഇന്ന് നമുക്ക് ഒരു റെസിൻ വർക്ക് ചെയ്യാം. ഒരു ഷാഡോ ബോക്സാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ തിങ്സുകളെല്ലാം അവൾ സൂക്ഷിച്ച് കുറേ കാലങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു റെസിൻ ചെയ്ത് കൊടുക്കാവോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്ക് ആദ്യമേ ഇത് ചെയ്യാൻ മടിയായിരുന്നു കേട്ടോ. ഞാൻ കാര്യം റെസിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഷാഡോ ബോക്സ് ഇതാദ്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുമെന്നുള്ള ഒരു പേടിയായിരുന്നു. ഓരോ പ്രാവശ്യവും ഞാനിത് ചെയ്യുമ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ ഫൈനലി ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടിയല്ലേ എന്നോർത്ത് രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തു. അവളെങ്ങനെ എനിക്കിത് തന്നെന്നറിയത്തില്ല. കാര്യം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അവളോട് പറഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമോ അറിയില്ല, ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ്, അതുകൊണ്ട് എത്രത്തോളം നല്ലതാവുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. സാരമില്ലടാ നീ ചെയ്തു എന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര കോൺഫിഡൻസോടെ അവൾ എനിക്കിത് തന്നു. ഫൈനലി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവൾ അത്രമേൽ സ്നേഹിച്ച് വെച്ച് അവളുടെ അച്ഛൻ്റെ തിങ്സുകൾ ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ആ തിങ്സുകൾ കൊണ്ട് തന്നപ്പോഴേ അറിയാമായിരുന്നു. അവളുടെ അച്ഛൻ്റെ ഓരോ തിങ്സ് ആണെങ്കിലും അവളത് സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ടോ, ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെയാണ് ഞാനത് ചെയ്ത് വെച്ചേക്കുന്നത്. അവൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളത് വൃത്തിയായിട്ട് പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പാക്ക് ചെയ്തു പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ അതിനുശേഷം ഒരു കീ ചെയിൻ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അവളുടെ ഫാദറിൻ്റെ ഫോട്ടോ വെച്ചൊരു കീ ചെയിൻ ചെയ്തു. കൂടാതെ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വർക്ക് എനിക്ക് അവൾ തന്നതല്ല കേട്ടോ. ഞാനത് അവൾക്ക് ഗിഫ്റ്റായിട്ട് അതിനുള്ളിലേക്ക് വെച്ചേക്കുന്നതാണ്. അവൾക്കത് അറിയത്തില്ല. എന്തായാലും അത് അവൾ ഓപ്പൺ ചെയ്യുമ്പം കാണുമായിരിക്കും എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മളതിന് ശേഷം അത് ഒരു ബോക്സിലാക്കി വെച്ച് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാം ബോക്സിലാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതിന് മുമ്പ് അതുണ്ടോ ഫ്രെയിം, അത് നല്ല രീതിയിൽ പൊട്ടാത്ത രീതിയിൽ നമ്മളത് റാപ്പ് ചെയ്ത് വെക്കണം. കാരണം ഫ്രെയിം ആയതുകൊണ്ട് അതിൻ്റെ ചില്ല് അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മളത് നല്ലപോലെ റാപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ബോക്സിനുള്ളിലേക്ക് അത് വെച്ച് നമുക്ക് ബോക്സ് ഫുള്ള് റെഡിയാക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ആ ബോക്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി കീ ചെയിൻ വെക്കണം. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു 2-3 ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ വെച്ച് കൊടുക്കണം. പക്ഷെ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാനത് നല്ലപോലെ സെലക്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ എംബ്ലം ഒട്ടിച്ചു. പിന്നെ അതിന് ശേഷം ഒരു താങ്ക് യു സ്റ്റിക്കറും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്.